ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. 2019 മോട്ടോർ വാഹന നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ലൈസൻസിങ് സമ്പ്രദായത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരികയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 3 വീലർ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളും അന്നു മുതൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് ഈ 3 വീലർ ഇനത്തിൽപ്പെട്ട വാഹനങ്ങൾ ഓടിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു രീതിയിലുള്ള നിയമമാണ്, അല്ലെങ്കിൽ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തുകയുണ്ടായി. എന്നാൽ ഈ 2019 മുൻപ് തന്നെ വളരെയധികം പ്രായമായ ആളുകൾ അവർക്ക് ഒരു 3 വീലർ ലൈസൻസ്, അതിനുശേഷം ഒരു ബാഡ്ജ് എടുക്കുന്ന ഒരു സംവിധാനത്തിൽ ധാരാളം ആളുകൾ ഇതുപോലെ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം തേടുന്നവരുണ്ടായിരുന്നു. അപ്പോൾ 2019 ശേഷം ഈ ലൈസൻസ് പുതുക്കാനായിട്ട് നൽകി കഴിഞ്ഞാൽ, ഇപ്പോൾ പരിവാഹൻ സേവ എന്നുള്ളൊരു സംവിധാനത്തിൽ സാരഥി സൈറ്റിൽ നമ്മൾ ലൈസൻസ് പുതുക്കാനായിട്ട് നൽകി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ എന്നുള്ള ആ ഒരു ലൈസൻസ് ഉണ്ടായിരുന്നവരുടെ ലൈസൻസ് പുതുക്കി വരുമ്പോൾ അത് ഇ റിക്ഷ എന്നുള്ള പേരിലാണ് ആ ലൈസൻസ് പുതുക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല ഇൻഷുറൻസ് കമ്പനികളും ഇതിനെ സംബന്ധിച്ച് ഒരു തർക്കം ഉന്നയിക്കുന്ന ഒരു സംഭവം ഉണ്ടാകാനിടയായി. അതായത് ഈ വ്യക്തിക്ക് ഇ റിക്ഷ ഓടിക്കാനായിട്ടുള്ള ലൈസൻസാണ് ഉള്ളത്, അയാൾ ഓടിച്ചുകൊണ്ടിരുന്നത് ഒരു ഓട്ടോറിക്ഷ, അത് പെട്രോളിലോ അല്ലെങ്കിൽ ഡീസലിലോ അല്ലെങ്കിൽ CNGയിലോ ഓടുന്ന ഒരു ഓട്ടോറിക്ഷ ആയിരിക്കെ ഇ റിക്ഷ എന്നുള്ളൊരു ലൈസൻസ് വെച്ചുകൊണ്ട് അയാൾക്ക് ഈ വാഹനം ഓടിക്കാനായിട്ടുള്ള അനുമതി ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഉയരുകയുണ്ടായി. ഇവിടെ ഈ ഓട്ടോറിക്ഷ എന്നുള്ള ഒരു ഡെഫിനിഷൻ അത് ഉള്ളത് ഈ കേരള മോട്ടോർ വാഹന ചട്ടങ്ങളിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മോട്ടോർ വാഹന നിയമത്തിലെ ഡെഫിനിഷൻസിലോ ഒന്നും ഈ 3 വീലർ എന്നോ ഓട്ടോറിക്ഷ എന്നുള്ള ഒരു പരാമർശം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം തേടുന്ന ആളുകൾ അവരുടെ ലൈസൻസ് എന്തായാലും ഇപ്പോൾ ഇ റിക്ഷ എന്നുള്ള പേരിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ഓട്ടോറിക്ഷ എന്ന് പറയുന്ന പെട്രോളിലോ അല്ലെങ്കിൽ ഡീസലിലോ CNGയിലോ ഓടുന്ന ഓട്ടോറിക്ഷ എന്നുള്ള ആ ഒരു സംവിധാനമല്ല ഇ റിക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇ റിക്ഷ എന്നത് ഇലക്ട്രിക് മോട്ടോർ ഘടിപ്പിച്ചത്, അതായത് 4000 വാറ്റ്സിൽ താഴെ ഉള്ള ഇലക്ട്രിക് മോട്ടോറുകൾ ഘടിപ്പിച്ച പണ്ട് ഉണ്ടായിരുന്ന സൈക്കിൾ റിക്ഷകൾ പോലുള്ള ആ ഒരു സംവിധാനമാണ് ഇ റിക്ഷ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലൈസൻസിങ് സമ്പ്രദായത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ യാത്രക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്ന വാഹനത്തിന് ഇ റിക്ഷ എന്നും ചരക്ക് കയറ്റിക്കൊണ്ട് പോകുന്ന വാഹനങ്ങൾക്ക് ഇ കാർട്ടും എന്നുള്ള രീതിയിലാണ് നമ്മുടെ മോട്ടോർ വാഹന നിയമത്തിൽ അതിൻ്റെ ഈ ഡെഫിനിഷൻസിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇ റിക്ഷ എന്നുള്ളൊരു ലൈസൻസ് കൈവശമുള്ള കേരളത്തിലെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അനുമതി ഉണ്ടോ? ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ ഈ ഇ റിക്ഷ ലൈസൻസ് കൊണ്ട് അത് അല്ലെങ്കിൽ അവരുടെ ലൈസൻസിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഉയരാറുണ്ട്. അതിനുള്ള ഒരു ഉത്തരമാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനായിട്ടുള്ളത്. ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വരികയും പലപ്പോഴും ചെക്കിങ്ങിലുമെല്ലാം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതായത് നേരത്തെ ഈ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഇല്ലാതെ 3 വീലർ മാത്രം അല്ലെങ്കിൽ 3 വീലർ പ്ലസ് ബാഡ്ജ് ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇ റിക്ഷ എന്നുള്ള ആ ഒരു ലൈസൻസിൻ്റെ ബലത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷകൾ ഓടിക്കുന്നതിന് തടസ്സമില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു ഉത്തരവ്. ആ ഉത്തരവിൻ്റെ കോപ്പി ഞാൻ ഇതോടൊപ്പം ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നമ്പർ C1/E13256/TC 2020 ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് കേരളം. വിഷയം: മോട്ടോർ വാഹന വകുപ്പ് സാരഥി സോഫ്റ്റ്വെയർ നടപ്പിൽ വരുത്തുന്നതിനോടനുബന്ധിച്ച് ലൈസൻസുകളിലെ ഓട്ടോറിക്ഷ ക്ലാസ് ഇ റിക്ഷ എന്ന് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിലെ എല്ലാ RTO ഓഫീസുകളിലും സബ് RTO ഓഫീസുകളിലും കേന്ദ്രീകൃത സോഫ്റ്റ്വെയറായ പരിവാഹനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 1/1/2019 മുതൽ പുതിയ ഡ്രൈവിംഗ് ലൈസൻസുകൾ കേന്ദ്രീകൃത സംവിധാനമായ സാരഥി മുഖേനയാണ് നൽകുന്നത്. പഴയ സംവിധാനം വഴി നൽകിയിട്ടുള്ള നിലവിലെ എല്ലാ ലൈസൻസുകളും സാരഥിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഈ പ്രക്രിയ ഇപ്പോൾ നടന്നു വരികയും ഏകദേശം 80% വിവരങ്ങൾ പോർട്ടിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശാടിസ്ഥാനത്തിലും ഓട്ടോറിക്ഷ എന്ന ക്ലാസ് സാരഥി സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കേരള മോട്ടോർ വാഹന ചട്ടത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള ഓട്ടോറിക്ഷ എന്ന ക്ലാസ് സംസ്ഥാനത്ത് ധാരാളമായി നൽകിയിട്ടുണ്ട്. എന്നാൽ സാരഥിയിൽ ഈ ക്ലാസ് നിർവചിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഓട്ടോറിക്ഷ എന്ന ക്ലാസ് സാരഥിയിലേക്ക് പോർട്ട് ചെയ്യാൻ നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നു.
ഒന്ന്, സാരഥി പ്രകാരം LMV ലൈസൻസുള്ള ഏതൊരാൾക്കും ഓട്ടോറിക്ഷ ഓടിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകമായി ഓട്ടോറിക്ഷ ലൈസൻസ് ആവശ്യമില്ല. 2, നിലവിൽ ഓട്ടോറിക്ഷ ക്ലാസ് മാത്രമുള്ള ലൈസൻസുകൾ റിക്ഷ എന്ന വിഭാഗത്തിലൊക്കെയാണ് ഇപ്പോൾ പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത്തരം ലൈസൻസ് ഉടമകൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കുവാൻ പുതിയതായി LMV ലൈസൻസ് എടുക്കേണ്ടി വരില്ല. 3, 1/1/2019 മുമ്പ് പഴയ സംവിധാനം മുഖേന ലഭ്യമായിട്ടുള്ള എല്ലാ റിക്ഷ ക്ലാസ്സുള്ള ലൈസൻസ് ഹോൾഡേഴ്സിന് ഓട്ടോറിക്ഷ ഓടിക്കാനുള്ള അനുവാദം ഉള്ളതായിരിക്കും.